ചാൾസ് വ്ലോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം 6ാം ക്ലാസ്സും സ്കൗട്ട് ക്യാമ്പും ഒക്കെ ആയിരുന്നു. അവിടെ കൊണ്ട് കഥ നിന്നു പോയതല്ല, ഇടയ്ക്കൊരു യാത്ര വേണ്ടി വന്നു. ഇനി വീഡിയോകൾ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു ക്യാമ്പിലേക്ക് പോവുകയാണ്. പറശ്ശിനിക്കടവ് ഹൈസ്കൂളിലായിരുന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ക്യാമ്പ്. അതൊരു സാധാരണ സ്കൗട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞ മാതിരിയല്ല. സ്കൂളിൽ നമ്മുടെ ആ ട്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്നതാണ് ട്രൂപ്പ് ലീഡറെന്നും, പിന്നെ അതിന് ചെറിയ വിവാഹങ്ങളാക്കുന്നതിന് പെട്രോൾ ലീഡേഴ്സ് എന്ന് പറയുക. അപ്പോൾ ചെറുകുന്നിലെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് പറശ്ശിനിക്കടവിലായിരുന്നു അടുത്ത വർഷത്തെ ക്യാമ്പ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. പെട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ ഞങ്ങൾ ആലക്കോട് സ്കൂൾ, കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും കുറേ അധികം ക്ലാസ്സുകൾ നടത്തുകയും നമ്മൾ ആ പരീക്ഷ വിജയിക്കുകയും ചെയ്യണം. അതെല്ലാം ഞാൻ കൃത്യമായി പാസ്സായി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുകയാണ്. അതായത് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ 50 വർഷം തികയുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയ കാര്യം കൂടിയാണ്. കാരണം ഈ പരീക്ഷ പാസ്സായി ഞാൻ ആലക്കോട് എത്തിയപ്പോൾ സാറ് കൂടെ ഉണ്ടായിരുന്നു, രാമകൃഷ്ണപിള്ള സാർ ഉണ്ടായിരുന്നു. സാറ് ആലക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ ലീഡർ ദാസപ്പൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. പുള്ളി പത്തമ്പാറ ആ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നതാണ്. അദ്ദേഹം 10ാം ക്ലാസ്സിലായിരുന്നു അന്നേരം. സാറ് പറഞ്ഞു, 10ാം ക്ലാസ് കഴിയുമ്പോൾ ദാസപ്പൻ പോവും, പുതിയൊരാൾ വേണം. ഇപ്പോൾ ചാർലി എല്ലാ പരീക്ഷയൊക്കെ പാസ്സായി വന്നിരിക്കുകയാണ്, ഇനി ഇവനാകട്ടെ ലീഡറെന്ന്. അപ്പം ഞാൻ 7ലാണ് പഠിക്കുന്നത്. 8ലും 9ലും 10ലും പഠിക്കുന്ന സീനിയേഴ്സ് ഉണ്ട്. അവരിൽ പലരും അടുത്ത വർഷം ദാസപ്പൻ മാറുമ്പോൾ ലീഡറാകാമെന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. പിന്നെ സാറ് ലീഡറാക്കി കയറ്റി. അറിയാമല്ലോ, നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അങ്ങനെ ആ സ്ഥാനം മോഹിച്ചിരുന്ന ചിലരൊക്കെ എനിക്കെതിരെ ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ അധ്യാപകർ പറയുന്നത് കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ സാറ് പറയുന്നവർക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. സാറില്ലാത്ത സമയത്ത് എന്നെ ചെറുതായിട്ടൊക്കെ ഒരു ഭീഷണിപ്പെടുത്തായിരുന്നു, നീ മാറി നിൽക്കുക, ഞങ്ങൾക്കാണ് ചാൻസ് എന്നൊക്കെ. എനിക്ക് സ്കൂളിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പിൻബലം നൽകിയ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം വലിയൊരു മാറ്റം വന്ന ഒരു സംഭവമാണ് ഈ സ്കൗട്ട് ക്യാമ്പ്. അതിന് ശേഷമുള്ള ഈ സ്ഥാനലബ്ധിയും. അങ്ങനെ ഞാൻ സ്കൗട്ടിൻ്റെ ലീഡറായി മാറി. പിന്നെ ഏതാണ്ട് 79 വരെ 7, 8, 9, 10 ഞാനായിരുന്നു സ്കൂളിലെ സ്കൗട്ട് ലീഡർ. അപ്പോൾ സാറ് മിക്കവാറും എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ വൈകുന്നേരം സ്കൗട്ടിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ വിസിലടിച്ച് ഒരു സൂചന നൽകുകയാണ്. ആ വിസിലും ഒക്കെ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയായിരുന്നു. ഞാൻ വിസിലടിക്കുന്നു, കുട്ടികളൊക്കെ വരുന്നു, പരേഡ് നടത്തുന്നു. ക്ലാസ് ആണെങ്കിലും നമ്മൾ തിയറി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു. അതായത് 7ൽ പഠിക്കുന്ന ഞാൻ 8, 9, 10 പഠിക്കുന്ന പിള്ളേരെയൊക്കെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്കൂൾ പഠനത്തോടൊപ്പം ഒരു ചെറിയ അധ്യാപകനും കൂടി ആയിട്ടാണ് ഞാൻ ആ കാലങ്ങൾ നീക്കിയത്. അടുത്ത എപ്പിസോഡിൽ അടുത്ത കഥകൾ.